റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഇത്രയധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ശരിയാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ആ ഗ്യാങ്ങിന്റെ ഭാഗമായ ആളുകൾ തന്നെയാണ്. പുറത്തേക്ക് നമുക്ക് ആർക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇത്ര ആധികാരികമായി പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിൽ ആര് പറയുന്നു എന്നതിനപ്പുറത്ത് എന്തു പറയുന്നു എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം വേണ്ടതല്ലേ? രാമനാട്ടുകര കേസ് അങ്ങേക്ക് വളരെ പരിചിതമായ ഒരു കേസാണ്. അത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ അത്ഭുതകരമായ ഒരു അപകടവും അതിനെ തുടർന്നുള്ള 5 പേരുടെ മരണവുമാണ്. അതെന്തായാലും ശരി, ഒരു സ്വർണ്ണക്കടത്തിലെ സ്വർണം പൊട്ടിക്കലുമായിപ്പെട്ട ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പ് ആക്രമിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായ കൊലപാതകങ്ങളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ബോധപൂർവമായിട്ട് അവരെ ഇടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വരുന്ന സാഹചര്യത്തിൽ ഈ ആര് വെളിപ്പെടുത്തുന്നു, ആര് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നു എന്നുള്ള ആർക്കും പറയാം. ആര് പറഞ്ഞാലും പോലീസ് സ്വീകരിക്കണം. അതിനകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെളിവ് ശേഖരണത്തിലൂടെ അത് ശരിയോ തെറ്റോ എന്ന് സമർത്ഥിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രധാനപ്പെട്ട കടമ. അപ്പോൾ ഇതിൽ ഇപ്പോൾ പല ആളുകളും മുമ്പ് മുതൽ പല കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ കൂടുതലായിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനകത്തിൽ നമുക്ക് വളരെ ദുരൂഹമായ സംശയ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇതിൽ ഫലപ്രദമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് അവർ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഭീകരമായ ആക്രമണം നടത്തി അതിനെ തുടർന്നിട്ട് ഇത്രയും ആളുകൾ മരിക്കുകയും അതിൻ്റെ പിന്നിൽ മുഴുവൻ ഈ സ്വർണ്ണക്കടത്തും അതിൻ്റെ പൊട്ടിക്കലിൻ്റെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈരവും വൈരാഗ്യവും പ്രതികാരവും ഒക്കെയാണ് നടന്നിട്ടുള്ളത്. ആ സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് ഫലപ്രദമായി അന്വേഷിക്കാനൊരു സംവിധാനം പോലീസിൽ സാധിച്ചില്ല എന്ന് പറയുന്നത് തീർത്തും അപഹാസ്യമാണ്. കാരണം ഇത് ഇത്രയും നീണ്ടുപോകേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ വലിയ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ കൊണ്ടുവന്ന ആളുകളാരാണെന്നറിയാം, മരിച്ച ആളുകളാണെന്നറിയാം, അവർ ഇതുമായിട്ടുള്ള ബന്ധമെന്നുള്ള അവർ ഉപയോഗിച്ചിരുന്ന ഫോണിനെ സംബന്ധിച്ച് ആ ഫോണിലെ ഡീറ്റെയിൽസൊക്കെ എടുത്തതിന് ശേഷം ഇവരുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുക. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തെളിവ് ശേഖരണം ഒരു പരിധി വരെയായി. പിന്നെ ഇത് കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൊണ്ടുവരുന്ന ആളുകളെ, കാരിയർ എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ആര് കൊണ്ടുവരുന്നു, എങ്ങനെ കൊണ്ടുവരുന്നു എന്നും അറിയാം. അവിടുന്ന് ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തു, ഞാൻ വരുന്നു, എനിക്ക് ടിക്കറ്റ് തന്നു, അല്ലെങ്കിൽ വേറെ പണം തന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആർക്ക് കൊടുക്കണം എന്നുള്ള വിവരം മാത്രമേ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് വളരെ ആസൂത്രിതമായി, വളരെ പറഞ്ഞാൽ അവിടെയും ഗൾഫിലായാലും ഇവിടെ ആയാലും ശരി, അതിന് വളരെ ആസൂത്രിതമായ സംഘങ്ങൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓരോ സംഘവും അവരുടെ കടത്തിൻ്റെ ശക്തി അനുസരിച്ച് പ്രബലരാകുകയും അവരെ മറ്റൊരു സംഘം വന്ന് ഇവരെ നശിപ്പിക്കാനുള്ള പ്രവണത വരുമ്പോഴാണ് സാധാരണയായിട്ട് ഇവർ തമ്മിലുള്ള ഈ വൈരാഗ്യവും ഈ പകയും അതുപോലെ തന്നെ അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്വർണം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. എവിടെ അവർക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ ഏതെങ്കിലും രീതിയിൽ സഹായം ലഭിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് കബളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാം എന്ന ഒരു വിശ്വാസമില്ലെങ്കിൽ കൊണ്ടുവരില്ല എന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്തായാലും ശരി, ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇത് കൊണ്ടുവരുന്നത്. കാരണം അല്ലാതെ ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമൊന്നും ആരും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അപ്പോൾ എന്തായാലും ശരി, ഇവിടെ ഔദ്യോഗിക തലത്തിൽ ആളുകൾ കൊലപാതകം അടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കും എന്നടക്കം ഈ കാരിയേഴ്സിന് അറിയുകയും ചെയ്യാം. അതിനപ്പുറത്തേക്ക് ശ്രീ സുഭാഷ് ബാബു, പോലീസിന്റെ ഇൻവോൾവ്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ പോലീസ് ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതിനെ പറ്റി കൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല. 2021 ഏതാണ്ട് പകുതിയോടടുത്താണ് ഈ രാമനാട്ടുകര അപകടം ഉണ്ടാകുന്നതും ഇത്രയധികം ആളുകൾ മരിക്കുന്നതും. ഏതാണ്ട് 60 പേരെ അന്ന് കസ്റ്റഡിയിലെടുത്തു. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പലരും ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. പോലീസിന്റെ സഹായമില്ലാതെ നടപ്പിലാക്കുമോ എന്ന് ഈ സംഘാംഗങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ ചോദിക്കുമ്പോഴും നമുക്ക് മറുപടിയില്ല. തീർച്ചയായിട്ടും. കാരണം പോലീസിനെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിച്ച് സമയബന്ധിതമായി കുറ്റപത്രം കൊടുക്കേണ്ട കേസ് തന്നെയാണ്. അത് അവർ കൊടുത്തില്ല എന്നുള്ളത് അലംഭാവമാകാം, അതല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ താല്പര്യക്കുറവായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേത് സ്വാധീന വലയത്തിൽപ്പെട്ടതിന് ശേഷം മന്ദഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. എന്തായാലും ഇത്ര താമസിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ സ്വാഭാവിക ജാമ്യവും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ വീണ്ടും ഈ കള്ളക്കടത്ത് തുടരുകയെന്നും ഇതേമാതിരിയുള്ള അക്രമങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ അറിയാവുന്ന സാഹചര്യത്തിൽ അതിനെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അവരെ നമ്മുടെ നിയമം അനുസരിച്ച്
എന്താ പറയുക, ഇവരെ ഗുണ്ട നടപടി അതൊന്നും ഇവരിൽ ഈ സ്വർണ്ണക്കടത്തുകാരുടെ പേരിലൊന്നും ഒരു ഗുണ്ട ആക്ട് ഇതുവരെ പ്രവർത്തിച്ച് നമ്മൾ കണ്ടില്ല. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ആളുകളുടെ പേരിലല്ലാണ്ട് ഇത് ആ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇവരെയൊക്കെ കാപ്പയ്ക്കുള്ളിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ പുതിയ നിയമം വന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ ന്യായ സംഹിതയിൽ പുതിയ ഇതേമാതിരിയുള്ള ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നതിനകത്ത് ഈ സ്വർണ്ണക്കടത്തൊക്കെ പെടുത്തിയിട്ടുണ്ട്. അത് രാജ്യദ്രോഹത്തിൻ്റെ ഭാഗമായിട്ട് പെടുത്തിയിട്ടുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏജൻസികളും കൂടെ അന്വേഷിച്ചിട്ട് ഇതേ രീതിയിലുള്ള സാമ്പത്തികമായിട്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ട് അന്വേഷണം കസ്റ്റംസിൽ നിന്ന് പോലീസിലേക്ക് കൂടെ കൈമാറാൻ വേണ്ടിയിട്ടാണ് ആ നിയമത്തിൽ ഇതേമാതിരി ഒരു വ്യത്യാസം ഉണ്ടാക്കി അതിന് പുതിയ വകുപ്പ്. വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു ഞങ്ങളോട് സംസാരിച്ചതിന്.